ഇനി അൻവർ എന്ത് ചെയ്യും എന്നതാണ് ചോദ്യം. തൃണമൂലിനെ ഉപേക്ഷിച്ച് UDF-ൽ ചേരുമോ അതോ വീണ്ടും വിലപേശുമോ? വിലപേശൽ ശക്തി അൻവറിന് ഇപ്പോഴില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉറപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് VD സതീശന്റെ സംഘം. അൻവർ മുടക്കി നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുമോ എന്നുള്ള ആശങ്ക ചില കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഹലോ, നമസ്കാരം. പേജ് 10 സ്റ്റോറീസിലേക്ക് വീണ്ടും സ്വാഗതം. കേരള രാഷ്ട്രീയത്തിന്റെ ഇനിയുള്ള ശ്രദ്ധ പോകുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്കാണ്. നമുക്കറിയാം, അടുത്ത് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തീയതി പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PV അൻവർ CPM-മായി ഉടക്കി രാജിവെച്ചത് മുതലുള്ള സംഭവബഹുലങ്ങളായ ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കുറച്ചായി നിലമ്പൂരുമായി ബന്ധപ്പെടുത്തിയുള്ള രാഷ്ട്രീയം അധികം സജീവമല്ലായിരുന്നു. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന അൻവർ ആകട്ടെ അകത്തോട്ട് വലിഞ്ഞ മട്ടിലുമായിരുന്നു. അതിനിടയിലാണ് നിലമ്പൂരുമായി ബന്ധപ്പെട്ട വാർത്തകൾ വീണ്ടും സജീവമാകുന്നത്. അതിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തീയതി അടുത്തു വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം കൂടി അതിനുണ്ട്. നിലമ്പൂരിൽ ആര്യാടനാണോ ജോയി ആണോ സ്ഥാനാർത്ഥി എന്ന പ്രാദേശിക തർക്കം കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും സജീവമാണ്. അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിനേക്കാൾ വലിയ ചർച്ച നടക്കുന്നത് ഇപ്പോൾ അൻവറിന്റെ കാര്യത്തിലാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് കർശന നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. തൃണമൂലായി, അതായത് തൃണമൂൽ എന്ന പാർട്ടിയായി അൻവറിനെ UDF-ൽ എടുക്കില്ല, പകരം ഒറ്റയ്ക്ക് വന്നാൽ അൻവറിനെ UDF-ൽ എടുക്കാം എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മലയാള മനോരമയുടെ മിഥുൻ M. കുര്യാക്കോസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് തൃണമൂൽ വഴി UDF-ലേക്ക് കടന്ന് ഒരു സമ്മർദ്ദ ശക്തിയാകാനുള്ള അൻവറിന്റെ പണി പാളിയിരിക്കുന്ന അവസ്ഥ. ഇനി അൻവർ എന്ത് ചെയ്യും എന്നതാണ് ചോദ്യം. തൃണമൂലിനെ ഉപേക്ഷിച്ച് UDF-ൽ ചേരുമോ അതോ വീണ്ടും വിലപേശുമോ? തൃണമൂലിനോടുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ കർശന നിലപാടാണ് അൻവറിന് തിരിച്ചടിയായത് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി യോജിച്ച് നിൽക്കാത്ത ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. മാത്രമല്ല, തരം കിട്ടുമ്പോഴെല്ലാം തൃണമൂൽ കോൺഗ്രസിനെ ദ്രോഹിക്കുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. ഒപ്പം മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ രീതിയിൽ പരാജയപ്പെട്ടപ്പോൾ രൂക്ഷമായ പ്രതികരണവുമായി തൃണമൂലും മമതാ ബാനർജിയും രംഗത്ത് വരികയും ചെയ്തു. ഇതും കോൺഗ്രസും തൃണമൂലും തമ്മിലുള്ള അകൽച്ച വലിയ രീതിയിൽ കൂട്ടിയ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു സാഹചര്യം അവിടെയുണ്ട്. അങ്ങനെയുള്ള തൃണമൂലിനെ കേരളത്തിൽ എങ്ങനെ ഒപ്പം കൂട്ടുമെന്നാണ് ഹൈക്കമാൻഡ് ഈ അൻവറിന്റെ കാര്യം പറഞ്ഞു വന്ന കേരള നേതാക്കളോട് ചോദിച്ചതത്രേ. ഒന്നുകിൽ കോൺഗ്രസ് തീരുമാനത്തിന് അൻവർ കീഴടങ്ങണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിലമ്പൂരിൽ മത്സരിക്കണം. ഇത് രണ്ടുമാണ് അൻവറിന് മുന്നിലുള്ള ഇനിയുള്ള പോംവഴി. രണ്ടാമത്തെ വഴി സ്വീകരിക്കാനുള്ള ത്രാണി അൻവറിന് ഇപ്പോഴില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. മാത്രമല്ല, രാജിവെച്ചപ്പോഴുള്ള വിലപേശൽ ശക്തി അൻവറിന് ഇപ്പോഴില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉറപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് VD സതീശന്റെ സംഘം. CPM-മായി പിണങ്ങി MLA സ്ഥാനം രാജിവെച്ചപ്പോൾ കോൺഗ്രസിൽ അൻവറിനെ ഡയറക്റ്റ് ആയിട്ട് എടുത്തില്ല, പകരം വേറെ ഒരു പാർട്ടിയായി വരാനാണ് അൻവറിനെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉപദേശിച്ചത്. അതുകൊണ്ടാണ് അൻവർ അന്ന് DMK-യുമായി ചർച്ച നടത്തിയത്. പക്ഷേ പിണറായി സ്റ്റാലിൻ സൗഹൃദം അൻവറിന് അവിടെ വിലങ്ങുതടിയായി. പിന്നാലെ അൻവർ നേരെ കൊൽക്കത്തയിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് തൃണമൂലുമായി ഡീൽ ഉറപ്പിച്ച് തിരിച്ചെത്തി. തൃണമൂലായതോടെ അപ്പോൾ തന്നെ UDF-ലേക്ക് പ്രവേശനം കിട്ടുമെന്നാണ് അൻവർ അന്ന് വിചാരിച്ചത്. പക്ഷേ കാത്തിരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം അന്ന് കൊടുത്ത നിർദ്ദേശം. അൻവർ തൃണമൂലുമായി ഡീൽ ഉണ്ടാക്കി വരുമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ അന്ന് നടന്ന ഒരു അണിയറ വർത്തമാനം. എന്തായാലും അൻവർ തൃണമൂലായി. അൻവർ ക്ഷമയോടെ കോൺഗ്രസിന്റെ നിർദ്ദേശമനുസരിച്ച് കാത്തിരുന്നു. ആ കാത്തിരിപ്പിന് ഒടുവിലാണ് വെള്ളിടി കണക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ തീരുമാനം വരുന്നത്. വെള്ളം കോരിയതെല്ലാം വെറുതെ ആയി എന്നുള്ളൊരു അവസ്ഥയിലാണ് സത്യത്തിൽ അൻവർ ഇപ്പോഴുള്ളത്. സ്ഥാനാർത്ഥിയുടെ കാര്യം വന്നപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിനെ വെറും സിനിമാക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അൻവർ അപഹസിച്ചു. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ പറഞ്ഞു. ഇതെല്ലാം ഇഷ്ടപ്പെടാത്ത കോൺഗ്രസ് നേതാക്കളുണ്ട്. ഇത്രയും നാൾ CPM-നൊപ്പം നിന്ന് രൂക്ഷമായി തങ്ങളെ വിമർശിച്ച ശേഷം ഇപ്പുറത്ത് വന്ന് സ്ഥാനാർത്ഥിയെ സ്വയം തീരുമാനിക്കുന്ന രീതി, അൻവറിന്റെ ആ രീതി അംഗീകരിക്കാനാകില്ല എന്നാണ് VD സതീശിനൊപ്പമുള്ള നേതാക്കളുടെയും ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ ടീമിൻ്റെയും ഒക്കെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് അൻവറിനെ UDF-ൽ എത്തിക്കേണ്ട എന്ന നിലപാടാണ് അന്ന് അവർ സ്വീകരിച്ചത്. ആ നിലപാടിൽ അല്പം മയമെന്നെങ്കിലും ഇപ്പോഴും ആ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ചെന്നിത്തലയും സുധാകരനുമൊക്കെ അൻവർ വന്നോട്ടെ എന്നുള്ള നിലപാടാണ് അന്നും ഇന്നും സ്വീകരിക്കുന്നത്.
ലീഗും അൻവർ UDF-ൽ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ വിലപേശൽ പരിപാടിയുമായി ഇങ്ങോട്ട് വരേണ്ട എന്നാണ് ലീഗിന്റെ നിലപാട്. തൃണമൂലായി വരേണ്ട എന്ന കോൺഗ്രസ് നിലപാട് അൻവർ അംഗീകരിച്ചാൽ മാത്രം അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യം ചർച്ച ചെയ്യാമെന്നാണ് ലീഗിനപ്പുറമുള്ള UDF ഘടകകക്ഷികളുടെ നിലപാട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തവനൂർ സീറ്റ് നൽകാമെന്നാണ് കോൺഗ്രസ് അൻവറിന് അനൗദ്യോഗികമായി, ചില നേതാക്കൾ അൻവറിന് അനൗദ്യോഗികമായി നൽകിയിരിക്കുന്ന ഉറപ്പെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ പട്ടാമ്പിയോ കോഴിക്കോട്ടെ ഏതെങ്കിലും മണ്ഡലമോ വേണമെന്നാണ് അൻവറിന്റെ ഒരു മനസ്സിലിരിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ബുധനാഴ്ച നടക്കുന്ന ചർച്ചയിൽ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വന്നാൽ മാത്രം ഇക്കാര്യം കോൺഗ്രസുമായി സംസാരിക്കുമെന്നാണ് അൻവർ ക്യാമ്പ് പറയുന്നത്. എന്തായാലും അൻവർ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ പ്രതിസന്ധിയിലാണ്. സ്ഥാനാർത്ഥി നിർണയത്തെക്കാൾ വലിയ കീറാമുട്ടിയാണ് അൻവർ പ്രശ്നം ഇപ്പോൾ UDF-ന് സൃഷ്ടിച്ചിരിക്കുന്നത്. കോൺഗ്രസ് തീരുമാനം അംഗീകരിക്കാതെ അൻവർ മുടക്കി നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുമോ എന്നുള്ള ആശങ്ക ചില കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. മറുഭാഗത്ത് LDF ക്യാമ്പാണെങ്കിൽ തന്ത്രപരമായ മൗനത്തിലാണ്. മലപ്പുറം കോൺഗ്രസിലെ ഷൗക്കത്ത് ജോയി പക്ഷങ്ങളുടെ അടിയിലും അൻവർ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിലുമാണ് LDF-ന്റെ കണ്ണ്. എന്തായാലും ബുധനാഴ്ചത്തെ മീറ്റിംഗ് നിർണായകമാണ്. VD സതീശനും സുധാകരനും രമേശ് ചെന്നിത്തലയും അൻവറുമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് വിശദമാക്കും, അല്ലെങ്കിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അൻവർ മെരുങ്ങുമോ, അൻവർ അതല്ല ഇനി മൗനം വെടിഞ്ഞ് നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങുമോ? ഇതൊക്കെയുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതാണ് നമുക്ക് രാഷ്ട്രീയ കേരളത്തിന് അറിയേണ്ടത്.